ഇപ്പോൾ തോമസ് കെ തോമസ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യത്തിലേക്ക്. അറിയത്തില്ല. എൻ്റെ കാര്യങ്ങൾ ഞാൻ പവാർജിയായിട്ട് സംസാരിച്ചു. എൻ്റെ വിഷയങ്ങൾ പ്രകാശ് കാരറ്റ് വന്നു, അതേപോലെ ചാക്കോ വന്നു. സ്വാഭാവികമായിട്ട് ഒരു വളരെ നല്ല സീരിയസ് ആയിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു. അത് ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ പോയത് പവാർജിയെ കാണാനാണ്. അദ്ദേഹത്തെ കണ്ടു, എൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചു, കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ തിരിച്ചു പോന്നു. മറ്റുള്ള ചർച്ചകൾ അദ്ദേഹം ഇന്നലെ പി.സി. ചാക്കോ സാറ് വളരെ ക്ലിയറായിട്ട് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു 17-ാം തീയതി ഇതിനൊരു തീരുമാനം ഉണ്ടാകും, ആ വിഷയം അവർ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അത് പവാർജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ മന്ത്രിമാറ്റം അനിവാര്യമാണോ? ഇത് നേരത്തെ ഉണ്ടാക്കിയ ഒരു ധാരണ അങ്ങനെയാണോ? ഇല്ല, ഈ അനിവാര്യം അതൊന്നും അല്ലല്ലോ. ഞങ്ങൾ NCP എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു തീരുമാനം. അന്ന് പ്രഫുൽ പട്ടേലായിരുന്നു പവാർജിക്ക് പൗരവട്ടം അവിടെ വന്ന് വിഷയം പറഞ്ഞത്. ഞാൻ വളരെ ക്ലിയറായിട്ട് വിഷയം മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ആ വിഷയമാണ്. അതാണ് ഞാനും പവാർജിയോട് സംസാരിച്ച ആ വിഷയം തന്നെയാണ്. അതിന് തീരുമാനം ഉണ്ടായിരുന്നത് നടപ്പിലാക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കാര്യവും ഞാൻ ഡിസ്കസ് അറിയില്ല. അത് പവാർജിയോട് നിങ്ങൾക്ക് ചോദിക്കാമല്ലോ. ഇന്നത്തെ ചർച്ചയിൽ തീരുമാനമായിട്ടില്ല. ഞാനില്ലാത്ത ചർച്ചയിൽ എങ്ങനെ ഞാൻ തീരുമാനമായിട്ടുണ്ടോ ഇല്ലെന്ന് പറയാം. ഞാൻ കാണാൻ പോയത്, നിങ്ങളോട് ഞാൻ പോകുന്നവരും പറഞ്ഞു, പവാർജിയാണ്. അദ്ദേഹത്തെ കാണാനാണ് ഞാൻ വന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര ബിസിയായിരുന്നു. എനിക്ക് അദ്ദേഹത്തോട് ഇന്ന് എനിക്ക് 1.25 മണിക്കൂറോളം അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്യാൻ സമയം കിട്ടി. കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ വിഷയങ്ങൾ എല്ലാം കഴിഞ്ഞു. അങ്ങ് ശരത് പവാർജിയുടെ വീട്ടിലുള്ളപ്പോഴാണ് പ്രകാശ് കാരാട്ട് അവിടെ എത്തിയതും അങ്ങ് മടങ്ങും മുമ്പ് അദ്ദേഹം മടങ്ങുകയും ചെയ്തു. അപ്പൊ അങ്ങയുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ കണ്ടു. പക്ഷെ ഞാൻ കാണാത്ത കാര്യത്തിന് മറുപടി പറയാനൊക്കത്തില്ല. അതാണ് എൻ്റെ വിഷയം. ശരിയല്ലേ? ഞാൻ കണ്ടിരുന്നു, ഞാൻ അതിനകത്ത് ഇടപെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ കാണാൻ പോയത് പവാർജിയാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടു, സകല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. ഞാൻ അദ്ദേഹത്തിന് ലെറ്ററും കൊടുത്തു എൻ്റേതായിട്ടുള്ള. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഞാൻ അങ്ങനെ അത്രയും വലിയൊരു നേതാവുമായിട്ട് സംസാരിക്കത്തക്കുള്ള ഒരു യോഗ്യതയൊന്നും എനിക്കില്ല. ഞാൻ അത് പവാർജിയുടെ ഇതിൽപ്പെട്ട കാര്യം അദ്ദേഹം ഡിസ്കസ് ചെയ്തിട്ട് വിഷയങ്ങൾ. താങ്കൾ തങ്ങളുടെ എല്ലാ കാര്യങ്ങളും പവാറിനോട് വ്യക്തമായി പറഞ്ഞു എന്നുള്ളതാണല്ലോ. അതെ. അപ്പോൾ കാര്യമായിട്ട് അദ്ദേഹം അതെല്ലാം ക്ഷമയോടുകൂടി കേൾക്കുകയും ഇന്നും ഇന്നലെ തുടങ്ങിയല്ല. പവാർജി എന്ന് പറയുന്ന നേതാവ് എൻ്റെ സഹോദരനെ തോമസ് ചാണ്ടിയുമായിട്ടും ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ്. ഞാനുമായിട്ടും എൻ്റെ കുടുംബവുമായിട്ടും വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തോടെ വിഷയം പറയാം. കാരണം ഇതൊരു വല്ലാത്ത അവസ്ഥയിലായതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നത്. കാരണം ഇതിപ്പോൾ ഒത്തിരി നാളായിട്ടുണ്ട് നമ്മളെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ട് ഇതിനൊരു പരിഹാരം വേണമല്ലോ. ഇതിങ്ങനെ മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തോട് എൻ്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. ചർച്ച നാളെയും തുടരും. നാളെ താങ്കൾ ഒരു ശുഭവാർത്ത പ്രതീക്ഷിക്കുന്നുണ്ട്? ശുഭമല്ലാത്തൊരു വാർത്തയും ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിക്കത്തില്ല. എല്ലാ വാർത്തയും ശുഭമായിരിക്കട്ടെ എന്നുള്ളത് ഞാൻ പറഞ്ഞത് വളരെ ക്ലിയറാണ്. നിങ്ങൾ ന്യൂസിന് വേണ്ടിയിട്ട് എന്നോട് പല ചോദ്യങ്ങൾ ചോദിച്ചു കുഴപ്പിക്കണ്ട. താങ്കൾ പോകുന്നുണ്ടോ പവാർജിയുടെ വീട്ടിൽ? ഞാനോ? എന്നെ വിളിച്ചിട്ടില്ല. ഇനിയുള്ള ചർച്ചകളിൽ അങ്ങ് ഭാഗമല്ല? ഇല്ല, ആവശ്യമില്ലല്ലോ. അത് ഞാൻ എൻ്റെ കാര്യങ്ങളാണല്ലോ പറയേണ്ടത്. ആ ഡിസ്കഷൻ എന്ന് പറയുന്നത് കേന്ദ്ര നേതൃത്വമാണ്. അത് പി.സി. ചാക്കോയും ശരത് പവാറും സുപ്രിയ സുലെയും ജിതേന്ദ്ര അവാദും ഒക്കെ ചേർന്ന് നടത്തേണ്ട മീറ്റിംഗാണ്. രണ്ട് പാർട്ടികളുടെയും കേന്ദ്ര നേതാക്കൾ തമ്മിൽ നടത്തുന്ന ചർച്ചയിൽ അനുകൂലമായ ഒരു തീരുമാനം അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയല്ലേ? അല്ല, ഞാനതാണല്ലോ അദ്ദേഹത്തെ കാണാൻ പോയത്. ഇത് അനുകൂലമോ പ്രതികൂലമോ എന്നുള്ളതല്ല. കാരണം ഇങ്ങനെ ഒരു ടെൻഷനുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാകണം. അതാണ് എൻ്റെ വിഷയം. അതെ ഞാൻ പവാർജി ധരിപ്പിച്ച ആവശ്യം. ടെൻഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ട്. ഇപ്പം തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളാരും എന്നെ കാണാൻ വന്നില്ല. ഇന്ന് എയർപോർട്ട് ഫ്ലൈറ്റിനകത്ത് മുതൽ എന്നെ പിടിക്കാൻ തുടങ്ങിയതാണ് മീഡിയക്കാർ. അത് ഇവിടം വരെ നിൽക്കുന്നു. ഞാൻ പോലും അതിശയിച്ചു പോയി ഇന്ന്. കാരണം ഇതൊരു ശരിക്കും ഞാൻ പബ്ലിഷ് ചെയ്തിട്ട് വന്ന കാര്യമല്ല. ഞാൻ പവാർജിയെ കാണാൻ നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് 17-ാം തീയതി തോമസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ നമുക്ക് ടൈം തരാം. അന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ ആ പ്രത്യേക ഒരു ഫംഗ്ഷനിൽ എന്നെയും പി.സി. ചാക്കോയും മാത്രമേ ലഞ്ചിന് ക്ഷണിച്ചിരുന്നുള്ളൂ. അപ്പം അന്ന് ഇതൊന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റിയ അവസരമല്ല. അപ്പോൾ അത് എനിക്ക് സമയം തന്നതനുസരിച്ചാണ് ഞാൻ ഇന്ന് വന്നത്. പ്രകാശ് കാരാട്ട് വീട്ടിലേക്ക് വന്നത് താങ്കൾ എങ്ങനെയാണ്? ഇപ്പൊ താങ്കൾ അവിടെ വെച്ച് കണ്ടില്ലെന്ന് പറഞ്ഞാൽ വരുന്നത് പോകുന്നത് ഞങ്ങൾ കണ്ടിരുന്നു. അതിന് താങ്കൾക്ക് എന്താണ്? അല്ല, നിങ്ങളുടെ ജോലി അതാണ്. എൻ്റെ ജോലി അതല്ല. നിങ്ങൾ ആര് വരുന്നു, ആര് പോകുന്നു, എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ്. അത് ഞാൻ പറയാം. മീഡിയ എന്ന് പറയുന്നത് ശരിക്കും
ഒരു വലിയ ഫാക്ടറാണ് അല്ലേ? അവരാണല്ലോ വിഷയങ്ങളെല്ലാം വെളിയിൽ കൊണ്ടുവരികയും ഇപ്പം തോമസ് കെ തോമസ് ഡൽഹി വന്നെന്ന് ലോകം മുഴുവൻ അറിഞ്ഞു, അങ്ങനെ അറിഞ്ഞ് നിങ്ങളാണ് അറിയിച്ചത്. അപ്പോൾ അതിനൊന്നും നമ്മളെതിരോ അതിനൊന്നും എതിരഭിപ്രായം പറയേണ്ട കാര്യമില്ല. ശരിയായിട്ട് നടക്കാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് അത് ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ അനാവശ്യമായിട്ടുള്ള ടോക്കിലേക്ക് പോകാത്തത്. വളരെ ക്ലിയറാണ്. അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത ഒരു സംഭാഷണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും മണ്ടത്തരം പറയും. അത് ഇപ്പോൾ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് തോമസ് കെ തോമസ് ഇപ്പോൾ പറയുന്നത്. തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനത്തിനായി വീണ്ടും NCP നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ തോമസ് കെ തോമസ് ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയത്. മന്ത്രിമാറ്റം ചർച്ചയായിട്ടില്ല എന്നും തനിക്ക് പറയാനുള്ളത് പവാറിനെ അറിയിച്ചിട്ടുണ്ട് എന്നുമാണ് തോമസ് കെ തോമസ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത് ലാലാണ് ചേരുന്നത്. ശരത് ലാൽ, എന്തായാലും ഈ ഒരു നിർണായക ഘട്ടത്തിൽ പ്രത്യേകിച്ചും പ്രകാശ് കാരാട്ടും PC ചാക്കോ അടക്കം ചർച്ചയ്ക്ക് എത്തിയ സമയത്താണ് തോമസ് കെ തോമസും ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ മന്ത്രിമാറ്റത്തെക്കുറിച്ച് ചർച്ചയായില്ല എന്ന് തോമസ് കെ തോമസ് പറയുമ്പോഴും മാധ്യമങ്ങളോട് ഇപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാത്തതാണോ? അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അദ്ദേഹത്തെ കൂടാതെയാണ് ഈ ചർച്ച നടത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ചർച്ചയിൽ പ്രകാശ് കാരാട്ടും അതുപോലെ PC ചാക്കോവും ഉണ്ടായിരുന്നു. അദ്ദേഹം ആ വസതിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പറയാൻ പല പരിമിതികളുമുണ്ട്. ഇതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമായി നടത്തിയ ചർച്ചകളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഈ ടെൻഷനും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഈ ടെൻഷനും കൊണ്ട് മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അദ്ദേഹം കുറച്ചു കാലമായി ധാരണ വെച്ച് മന്ത്രിയാവും അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ ഒരു ടെൻഷനിലാണ് മന്ത്രിസ്ഥാനം സംബന്ധിച്ചിട്ടുള്ള. അത് അദ്ദേഹം തന്നെ നമ്മളോട് പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന് നാളെ അദ്ദേഹത്തെ കൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു കാര്യത്തിൽ പറയാൻ പറ്റും, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ശുഭാപ്തി വിശ്വാസമാണ്. ഈ ശുഭാപ്തി വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം നാളത്തെ ചർച്ചയിലും ശുഭാപ്തി വിശ്വാസം. നാളെ ചർച്ച നടത്തുന്നത് പ്രകാശ് കാരാട്ട് ഒഴിച്ചുള്ള NCP നേതാക്കളുമായിട്ടാണ്. കാരണം ഇന്ന് കുറച്ച് മുമ്പേ തന്നെ പവാറിൻ്റെ മകൾ സുപ്രിയ ശ്രീ യോഗത്തിന് എത്തിയിരുന്നു. എന്നാൽ അവർ പെട്ടെന്ന് തന്നെ പ്രകാശ് കാരാട്ടിനെ കണ്ട ശേഷം തിരിച്ചു പോവുകയായിരുന്നു. ഏതായാലും നാളെ രാവിലെ PC ചാക്കോ, ശരത് പവാർ, അതേപോലെ മകൾ സുപ്രിയ എന്നിവരുമായിട്ട് ചർച്ചയുണ്ട്. ഇതിൽ വെച്ചായിരിക്കും ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനമുണ്ട്. അതേപോലെ തന്നെ ഇന്ന് പ്രകാശ് കാരാട്ട് NCP നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് താൻ കേരളത്തിലെ CPM നേതൃത്വവുമായി സംസാരിച്ച ശേഷം കാര്യങ്ങൾ അവതരിപ്പിക്കാമെന്നാണ്. ഏതായാലും പിണറായി വിജയനുമായിട്ട് അദ്ദേഹം ഈ ചർച്ച കഴിഞ്ഞ ശേഷം സംസാരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ നിലപാടുണ്ടോ. ഏതായാലും ഈ കാര്യത്തിൽ ഒരു പോസിറ്റീവായ ഒരു കാര്യം പ്രകാശ് കാരാട്ട് പറഞ്ഞിട്ടില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് തുടർ ചർച്ചകൾക്ക് നാളെ വീണ്ടും തുടർച്ചകൾ നടത്തുന്നത്. ഈ തുടർ ചർച്ചയിൽ ഇവിടെ തന്നെ തങ്ങാൻ, ഡൽഹിയിൽ തന്നെ തങ്ങാൻ MLA ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അതിൽ ഭാഗവാക്കുകളല്ലെങ്കിലും തുടർ ചർച്ചകൾ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. അതുകൊണ്ട് തന്നെ കേരള ഹൗസിൽ തങ്ങാൻ വേണ്ടിയിട്ട് തോമസ് കെ തോമസിനോട് NCP നേതൃത്വം ശരത് പവാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. PC ചാക്കോവും അതേപോലെ തന്നെ പ്രകാശ് കാരാട്ട് പോയ ശേഷവും ശരത് പവാറുമായി അദ്ദേഹം തോമസ് കെ തോമസ് ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ തൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി നൽകുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പ്രഫുൽ പട്ടേൽ നേരത്തെ ഉണ്ടാക്കിയ ധാരണ ഉള്ള പേപ്പർ അത് നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അത്തരം പേപ്പർ അടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും അദ്ദേഹം ശരത് പവാറിന് നൽകിയെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അദ്ദേഹം തന്നെ അത് പറയാതെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം 2.5 വർഷമായി ടെൻഷനിലാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഈ ടെൻഷനിൽ നാളെ പരിഹാരമുണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ശുഭവാർത്തയ്ക്ക് വേണ്ടി കാതോർക്കുന്നു എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് തോമസ് കെ തോമസിൻ്റെ പത്രസമ്മേളനത്തിൽ നമുക്ക് പറയാൻ കഴിഞ്ഞു. ഏതായാലും മാധ്യമപ്രവർത്തകരോട് കൂടുതൽ സംസാരിക്കരുതെന്ന നിർദ്ദേശം അദ്ദേഹത്തിന് PC ചാക്കോ നൽകിയതായും നമുക്ക് അറിയുന്നു. PC ചാക്കോ ആവട്ടെ ഇക്കാര്യത്തെക്കുറിച്ചൊന്നും പ്രതികരിക്കാനില്ല എന്ന നിലപാടിലാണ്. അദ്ദേഹം കേരള ഹൗസിൽ താമസിക്കുന്നുമില്ല, അദ്ദേഹം മഹാരാഷ്ട്ര സദനിലാണ് താമസിക്കുന്നത്. സ്വാഭാവികമായിട്ടും PC ചാക്കോ നാളെ രാവിലെ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം PC ചാക്കോ പ്രകാശ് കാരാട്ടുമായി AKG മഹലിൽ ചർച്ച നടത്താനുള്ള സാധ്യതയുണ്ട്. ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെങ്കിലും 11 മണിയോടെ AKG മഹലിൽ ചർച്ച നടത്തിയേക്കാം എന്നൊരു സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും നാളെ ഇക്കാര്യത്തിൽ തീരുമാനമാവും. അത് കഴിഞ്ഞ ശേഷം മാത്രമേ
ഈ MLA NCP MLA തോമസ് കെ തോമസ് ഡൽഹി വിടുള്ളൂ എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അതേ ശരത് ലാൽ, തോമസ് കെ തോമസും PC ചാക്കോയും ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മന്ത്രിമാറ്റം ചർച്ചയായിട്ടില്ല എന്നാണ് തോമസ് കെ തോമസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുവെന്നും ശുഭാപ്തി വിശ്വാസം ശുഭവാർത്തയ്ക്കായി കാതോർക്കുകയാണെന്നും താൻ ടെൻഷനിലാണ് 2 വർഷമായിട്ട് എന്നുമാണ് തോമസ് കെ തോമസ് പറയുന്നത്. എന്തായാലും നാളെ ഇതിലൊരു തീരുമാനമുണ്ടാകും എന്നാണ് പ്രതീക്ഷയെന്നും ശരത് ലാൽ പറയുന്നു.